ഈ അടുത്ത ഒരു മൗലവിയുടെ പ്രസംഗം, ചെങ്ങാനി അബ്ദുള്ള മൗലവി, ഒതുക്കൽ ഇഹിയാ സുന്നയുടെ പ്രധാന മുദരിസാണ് അയാൾ. അയാളുടെ പ്രഭാഷണം അയാൾ ക്ലാസ് എടുത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇൽഹാമാത്തുകളൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. ഇൽഹാം സ്വീകരിക്കണമെങ്കിൽ ഒന്നുകിൽ നബിയാകണം അല്ലെങ്കിൽ മലക്കാകണം. അല്ലാതെ ഒരാൾ അള്ളാഹുവിന്റെ ഭാഗത്ത് എനിക്ക് വിവരം കിട്ടി, ആ വിവരടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെ പറയുമെന്ന് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കാൻ കൊള്ളില്ല. കാരണം അയാൾ ഇസ്മത്തിന് വാദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നബി എന്നുള്ള വാദത്തിലേക്ക് അയാൾ പോകുന്നതിന് അർത്ഥം. എത്ര വലിയ അപകടമാണ് ഈ വാദം. തലപ്പാവ് ധരിച്ച് സുന്നിയാണ്, സ്ട്രോങ് സുന്നിയാണെന്നുള്ള വാദം വാദിച്ച് നടക്കുന്ന ഗ്രൂപ്പിൽ നിന്ന് പക്കാ വഹാബിസം വന്നുകൊണ്ടിരിക്കുന്ന കഥയാണ് നമ്മൾ കാണുന്നത്. കുറച്ച് മുമ്പാണ് പേരോട് ദുറൈമാൻ സഖാഫി ഇബ്നു തൈമിയ്യ തൗബ ചെയ്ത് മടങ്ങിയെന്ന് പറഞ്ഞ് ദുറഉൽ കാമിനെ ഒരുപാട് ഈ വാർത്ത പൂഴ്ത്തി വെച്ച് കൊണ്ടോട്ടി ബുഖാരി ക്യാമ്പസിൽ വെച്ച് ചർച്ച നടത്തി. ഇബ്നു തൈമിയ്യൻ ആരൊന്നും പറയണ്ട, അത് ഇബ്നു ഹജർ പക്ഷപാതിത്വത്തോടു കൂടി സംസാരിച്ചാന്ന് പറഞ്ഞ് ഇവിടെ വഹാബിസത്തിന്റെ പാളം റെഡിയാക്കണവർ ചെയ്യുന്നത്. അതിനൊക്കെ പ്രത്യേകം പിന്തുണയുമായി പിൻഗാമികളായി വേറെയും ആളുകൾ കടന്നു വരുന്ന രംഗത്തേക്കാണ്. അയാളെ പ്രസംഗങ്ങൾ കേൾക്കാം, നമ്മൾ വെറുതെ ആരോപിക്കണില്ല. എന്തുകൊണ്ട് ഇത് മഅസൂം ആയ ആൾക്ക് ഇൽഹാം കിട്ടിയാലേ അത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത ആൾക്ക് അവന്റെ മനസ്സിൽ എന്ത് തന്നെ തോന്നിയാലും എത്ര നല്ലതിന്റെ രൂപമായാലും അവന് വിശ്വസിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല? ഇത് ലാ യഗ്മനു ദസീസത ശൈത്താനി ഫീഹ, പിശാച് നല്ലതിന്റെ ഉള്ളിൽ നല്ലതിന്റെ രൂപത്തിൽ വേണ്ടാത്തരങ്ങളെയും തിന്മകളെയും കടത്തിക്കൂട്ടും. ഈ കടത്തിക്കൂട്ടുന്നത് കൊണ്ട് ഇതിൽ നിന്ന് നിർഭയത്വം അല്ലാഹു തആല പാപ സുരക്ഷിതത്വമാകുന്ന ഇസ്മത്ത് നൽകിയവർക്കേ ഉണ്ടാവുള്ളൂ. ഇസ്മത്ത് നൽകിയ മഅസൂമികൾ പറഞ്ഞ രണ്ട് ടീമേ ഉള്ളൂ, ഒന്ന് മുർസലികൾ അമ്പിയാക്കൾ, മറ്റൊന്ന് മലായിക്കത്ത്. അപ്പോൾ എനിക്ക് മനസ്സിൽ കിട്ടിയ ഈ ചിന്ത, ഈ ബോധം ശരിയാണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ ആള് മഅസൂമാകണം. അപ്പോൾ എനിക്ക് അങ്ങനെ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ ഒരാൾ വാദിക്കണമെങ്കിൽ ഞാൻ മഅസൂമാണെന്ന് സ്വയം വാദിക്കണം. വിശ്വസിക്കാൻ പറ്റും. മഅസൂമാണെങ്കിൽ ഓനാകണം, അല്ലെങ്കിൽ നബിയാകണം, അല്ലെങ്കിൽ ആകണം മലക്ക് ആകണം. ഓ മലക്കാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. നമുക്കറിയാം നബിയാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അവസ് ഫാത്തിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ പോയില്ലേ, ഈ നബി അലൈഹി സ്വലാം ആകട്ടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റില്ല. എന്തൊക്കെ വസ്വാസം ഉണ്ടാക്കണം മുഹീദ്ദീമാലങ്ങൾ അംഗീകരിക്കുമല്ലേ എന്നാണ് ചോദ്യം. ഏകൽ കൂടാതെ ചെയ്തില്ല ഞാൻ ഒന്നുമേ എന്ന ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞു മുഹീദ്ദീമാലുള്ളതാണ്. ഇൽഹാം അടിസ്ഥാനത്തിലാണ് മൂപ്പരുടെ പ്രവർത്തനം. ചങ്ങാനി അബ്ദുള്ള മൗലവിന് മറുപടി പറയണം, ആ വാചകം സ്വീകരിക്കാൻ പറ്റില്ലേ? ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ഇൽഹാം അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഈ മുഹീദ്ദീമാൽ നിങ്ങൾക്ക് സ്വീകാര്യമാണോ അല്ലേ? വളരെ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഈ അബ്ദുള്ള മൗലവിയൊക്കെ ഔസുലാമിന്റെ കാലത്തുണ്ടെങ്കിൽ ഷെയ്ഖ് ജീലാനി തങ്ങൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ഇയാൾ പറയും അയാൾ വിശ്വസിക്കാൻ പറ്റില്ല, ഇൽഹാം തെളിവല്ല. അയാൾക്ക് അങ്ങനെ ഇൽഹാമാത്തുണ്ടെന്ന് പറഞ്ഞാൽ അയാൾ ഇസ്മത്തിന് വാദിക്കുകയാണ്. അയാൾ നബിയല്ലല്ലോ, അതുകൊണ്ട് മലക്കല്ലല്ലോ, അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല. ഇതാണല്ലോ കറക്റ്റ് പറയാം. അപ്പോൾ സത്യത്തിൽ ഔലിയാക്കളെ കറക്റ്റ് നിഷേധിക്കുന്ന അവസ്ഥ, അങ്ങനെയുള്ള ഒരു തലമുറയെ ഇവിടെ ഉണ്ടാക്കുക. കറക്റ്റായി പറഞ്ഞാൽ കേരളത്തിൽ അടുത്തൊരു വഹാബിസത്തിന്റെ നല്ലൊരു വിളവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊടുക്കുന്നത്. അത് ഉണ്ടാകുന്നതാണല്ലോ സ്ട്രോങ് സുന്നി എന്ന് പറഞ്ഞ് നടന്നിയ ഒരു ടീം, ഒരു കാലം സുന്നി ഫെഡറേഷൻ, സുന്നി വിദ്യാഭ്യാസ ബോർഡ്, സുന്നി മസ്ജിദ്, സുന്നി മദ്രസ, ഇതൊക്കെ പറഞ്ഞ് നടന്നിയ ആളുകൾ അവർ. അങ്ങനെ പറഞ്ഞ ആളുകൾ ഇപ്പോൾ സുന്നത്ത് ജമാഅത്തിന് തീരെ നിരക്കാത്ത ആശയാണ് ഈ പറയുന്നത്. അപ്പോൾ അയാളുടെ പ്രസംഗങ്ങൾ കേട്ടല്ലോ. എന്താണ് അദ്ദേഹം പറയുന്നത്? ഇൽഹാമാത്ത് സ്വീകരിക്കാൻ പറ്റില്ല, നബി അല്ലാത്ത ഒരാൾ, മലക്കല്ലാത്ത ഒരാൾ, അയാൾ എനിക്ക് അള്ളാഹിന്റെ ഭാഗത്ത് ഇങ്ങനെ നിർദ്ദേശം കിട്ടി, അത് എത്ര മഹത്തായ രൂപത്തിലുള്ളതാണെങ്കിൽ പോലും അത് വിശ്വസിക്കാൻ പറ്റില്ല. ഇതോടുകൂടി എല്ലാം പൊളിഞ്ഞു. ഇപ്പോൾ മുജാഹിദുകളാണ് ഇയാളെ ക്ലിപ്പായിട്ട് ഏറ്റുപിടിച്ച് നടക്കാൻ തുടങ്ങി. അയാളെയും സ്വാഗതം പേരോടേതാൾ അവർ കസരട്ടിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ചെയർ ഈ അബ്ദുള്ള മൗലവിക്കും സെറ്റാക്കിയിരിക്കാൻ വരും. ഇത് പറയുമ്പോൾ കുറേ ആൾക്കാർ ആരാണ് അബ്ദുൽ ഉസ്താദ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, തനിച്ച വഹാബിസ് ഉള്ളിൽ കൊണ്ടിരിക്കുകയാണല്ലോ. ഇതാണ് ഈ സമൂഹത്തിൽ പഠിപ്പിക്കേണ്ടത്. ഈ അടിസ്ഥാനത്തിൽ മുഹീദ്ദീമാലെ സ്വീകരിക്കാൻ പറ്റില്ലേ? ഷെയ്ഖ് ജീലാനി തങ്ങൾ ദസീസത്തു ഷൈത്താനിലുള്ള ആളായിരുന്നോ? എന്താണ് പറയാം? അതിൽ ആ കാലത്ത് സൂട്ടായിരുന്നു, ഇന്ന് ശരിയില്ല എന്നാണോ? അതും അയാൾ വേറെ പറയുന്നുണ്ട്. ഇന്ന് ശുഭ കടന്ന കാലാണ്, ഇന്ന് റസൂലുള്ളാഹിനോടൊന്നും മുനാജാത്തും റസൂലായിട്ട് പ്രത്യേക ബന്ധവും സംഭവം ഉണ്ടാവില്ല. എവിടുന്നാണ് ഈ ഉസൂലൊക്കെ കിട്ടുന്നത്? ശുഭല്ലാത്തൊരു കാലം ദുനിയാവിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹിന്റെ കാലത്ത് ശുഭമുള്ള ഇതൊന്നും ഇല്ലായിരുന്നോ? ബിംബാരാധന നിറഞ്ഞു നിന്ന ആ ഇടയിലാണ് തൗഹീദിന്റെ കനകക്കട്ടിയായ റസൂലിനെ അള്ളാഹുടെ സുബൂത്താക്കിയത്. ഫിറൗന്റെ കൊട്ടാരത്തിലെ മൂസാ നബിനെ അള്ളാഹു വളർത്തിയത്. ഇത് പഠിപ്പിക്കുന്ന ഇസ്ലാമായി നമ്മൾ. അപ്പോൾ അള്ളാഹിന്റെ ആളുകൾ അവർ കിയാമം വരെ ഉണ്ടാകും. അവർക്ക് കൊടുക്കേണ്ട ഭക്ഷണം ഹലാലും ഹറാമൊക്കെ വേർതിരിച്ച് അള്ളാഹ് തീറ്റിച്ചോളും. അതിൽ വേദാറാണ്ടില്ല. അള്ളാഹിന്റെ ആളുകളിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ട് ഓരോ തോന്നിയ വിഷയം പറഞ്ഞ് വസ്വാസ് ഉണ്ടാക്കി വളരെ നാശം ഉണ്ടാക്കുക. ഇത് പറയുമ്പം ഒരു തലമുറ അവരെ പിന്താങ്ങാണ്. ഇതല്ലേ അന്നുണ്ടായത്? അവർ വലിയ കിതാബ് തിരിഞ്ഞ ആൾക്കാരാണ്. അവർ കിതാബിന്റെ പാണ്ഡിത്യത്തിൽ, ഈ കിതാബിന്റെ പാണ്ഡിത്യം ഇവരുടെയൊക്കെയില്ലയോ? നിങ്ങളെല്ലാവരും കൂടി കിതാബിന്റെ പാണ്ഡിത്യം കേമോലി കൗക്കത്തുങ്ങൾ, കേമോലി ഒക്കെ ഉസ്താദിന്റെ സനത് നമ്മൾ വായിച്ച് കേൾപ്പിച്ചാലില്ലേ? അപ്പോൾ അവർക്കൊന്ന് വിവരം പറഞ്ഞാൽ നടക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് സഞ്ചാരം ഉണ്ടോ അല്ലേ എന്നാണ്. അപ്പോൾ അള്ളാഹിന്റെ മശായിഖന്മാരുടെ മാർഗം, ആ മേഖല അത് മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന രൂപത്തിലുള്ള സംസാരമാണ് നടന്നിട്ടുള്ളത്. ഇതിനെ തടയിടാനാണ് നമ്മുടെ സംസ്ഥ ഉണ്ടാക്കിയിട്ടുള്ളത്. തനി വഹാബി സംസാരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ഇതിൽ വേറെ വാശിയോ വെക്കണമെന്നില്ല. ആദർശവിരുദ്ധമായി സുന്നി ആദർശത്തിന് നിരക്കാത്തത് പറഞ്ഞാൽ അവിടെ മുഖം നോക്കാതെ തിരിച്ചടിക്കും. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. അതുകൊണ്ട് സകല വഹാബികൾക്കും വളം വെച്ച് കൊടുത്ത് നമ്മുടെ മശായിഖന്മാരെ, എല്ലാ മുഹീദ്ദീമാരെയും ദിഫായിമാരെയും അങ്ങനെ തുടങ്ങി നമ്മുടെ മുൻഗാമികൾ ഇവിടെ സ്ഥിരപ്പെടുത്തി പോകുന്ന മശായിഖന്മാരെ മേഖല മൊത്തം നിഷേധിക്കുന്നതിലേക്കാണ് ഈ അബ്ദുള്ള മൗലവി ഇപ്പോൾ വളം വെച്ചിട്ടുള്ളത്. കാര്യം ഗൗരവമായി കാണണം. ശക്തമായി ഇത്തരം വിഷയങ്ങളെ അള്ളാഹിന്റെ മശായിഖന്മാരുടെ മദതിൽ ഇവിടെ നേരിടാൻ ആളുകളുണ്ട്. അത് ശക്തമായി ഇടപെടുക തന്നെ ചെയ്യും. നമ്മൾ കാര്യം ഗൗരവത്തോടെ കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.